ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കിവിടെ സുഖം തന്നെ. വീഡിയോൻ്റെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എന്നത്തെയും പോലെ ഇന്ന് നമുക്ക് അടുക്കള വിശേഷങ്ങളൊന്നുമില്ല കേട്ടോ. നമുക്ക് അല്ലാനുള്ള വിശേഷങ്ങളൊക്കെ കാണാം. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോ ഒക്കെ കാണാൻ പോകാം കേട്ടോ. പാവം എൻ്റെ അണ്ണൻ്റെ ഷർട്ടിൻ്റെ ഹുക്ക് ഒരു 2 ആഴ്ചയായി പോയിട്ട് കേട്ടോ. ഒരു ദിവസം ഉണ്ടല്ലോ ഇടാൻ രാവിലെ തേച്ച് കഴിഞ്ഞ് കണ്ണും കാണാൻ വയ്യാലോ ദൈവമേ. ആരോ നമ്മുടെ തുള്ളൂസിലെ ചേട്ടനെന്ന് ആരോ പറയുന്നത് കേട്ടു. ആരായിരുന്നു? സുനിത കിച്ചൻ, സുനിതയാണോ തോന്നുന്നേ. പിന്നെ ഞാൻ കണ്ടായിരുന്നേ വീഡിയോക്കകത്തെ കണ്ണ് ഈ നൂല് കോർക്കാൻ ഒക്കത്തില്ലെങ്കിലേ പേസ്റ്റ് തേച്ചാൽ വടി പോലെ ഇരിക്കുമെന്ന്. ഈ നമ്മുടെ സൂചി കാണുന്നില്ലേ എന്നെ? എനിക്കും കണ്ണ് കാണാൻ വയ്യ ദൈവമേ. കാണുന്നുണ്ടല്ലോ. അപ്പോഴേ പേസ്റ്റ് തുമ്പിൽ തേച്ചാൽ മതി. അപ്പോഴേ നമ്മുടെ നൂല് ഇരിക്കാൻ വയ്യ ഇവിടെ ചൂട് കൊണ്ട്. നമ്മുടെ നൂല് വടി പോലെ നിൽക്കുമെന്ന്. ഞാനിപ്പം ഒന്ന് പേടിച്ച് പോയി. 2 കുക്ക് എടുത്തോണ്ട് വന്നേ. അപ്പോഴങ്ങ് കുക്ക് പോയി. നിങ്ങളൊക്കെ ഇങ്ങനെ ചെയ്ത് നോക്കുക പിള്ളേരെ. ഇപ്പം എവിടെ പോയത് ഞാനും സത്യം അറിയില്ല. ഒരു ദിവസം എന്നോട് കെറിയിച്ച് ഞാൻ തയ്ച്ചു കൊടുത്തില്ലെന്നും കെറിയിച്ചുണ്ടല്ലോ വന്നങ്ങോട്ട് ഇരുന്നു. എന്നിട്ട് സൂചിയില്ല, നൂല് മാത്രം കൊണ്ടുവന്നു. നൂല് മാത്രം കൊണ്ടുവന്നിട്ട് ഭയങ്കര ഗമയിലിരുന്നു കേട്ടോ. ഭയങ്കര ഗമയെന്ന്. എന്നിട്ട് സൂചിയില്ല. ഞാനും പാവത്തിൻ്റെ അന്നേരം എന്നാ ചോദിക്കും വേറെ ഇല്ലയോന്ന് ഇടാൻ. പക്ഷെ അന്നേരം ഒരു മോഹം ഇതിടണമെന്ന്. ആ മോഹത്തിൻ്റെ പുറത്ത് തേച്ചതാണ്. പക്ഷേ തയ്ക്കാൻ സൂചി ഇല്ലാതായിപ്പോയി. ഞാൻ ഈ എന്തെങ്കിലുമൊക്കെ തയ്ച്ചിട്ട് എവിടെയെങ്കിലുമൊക്കെ പോകും. എനിക്ക് വയ്യ, കണ്ണ് കാണാൻ വയ്യ എനിക്ക്. ഇതിൻ്റെ എവിടെയാണ് ഇതിൻ്റെ നാളം? കേട്ടോ, ഞാൻ എവിടെയെങ്കിലും കൊണ്ടങ്ങ് വിൽക്കും. കൊണ്ടുവച്ച് ഞാനും അന്ന് തപ്പു അവസാനം കണ്ടില്ല. പിന്നെ എന്നോട് കയറിച്ച് ഇതങ്ങ് കളഞ്ഞു ഷർട്ട് കേട്ടോ. ഷർട്ടൊക്കെ കളഞ്ഞിട്ട് എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഇതിൻ്റെ വാങ്ങിച്ചപ്പോഴേ പോയതാണെന്നോ എന്തോ എനിക്കറിയത്തില്ല. സത്യം പറഞ്ഞു എനിക്കിത് കണ്ണ് കാണാൻ വയ്യ. ഇങ്ങനെ തയ്ക്കാനൊന്നും കണ്ണ് കാണാൻ വയ്യ കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ തയ്ച്ചു കൊടുക്കുമോ അതോ കളയോ ഷർട്ട് എടുത്ത്? ഷർട്ടൊന്നും എടുത്ത് കളയരുത് കേട്ടോ. എത്ര എണ്ണം പോയ? 2 എണ്ണമായിരിക്കും. എങ്ങനെ പോയോ എന്തുവാ ഇത് ആർക്കറിയാം. എന്തായാലും നമുക്ക് സർപ്രൈസായിട്ട് ഷർട്ടിൻ്റെ ആണെങ്കിൽ കുക്ക് തയ്ച്ചു കൊടുക്കുന്നു കേട്ടോ. പാവല്ലത് തേച്ചിട്ടത് അപ്പോഴാണ് കുക്കില്ലാത്ത കാര്യം അറിയുന്നയോ. ഞാനിവിടെ ഇരുന്ന് പുഴുങ്ങി ചാവും കേട്ടോ. അപ്പോഴെന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നിങ്ങളുടെ അവിടെയൊക്കെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നിങ്ങളെ നോക്കാനൊക്കത്തില്ല. ഇതിനകത്ത് ആ നാളവും കാണാനൊക്കത്തില്ല കേട്ടോ. അപ്പോഴും ഇന്ന് നമുക്ക് ഭയങ്കര സങ്കടം. രാവിലെ ഭയങ്കര സങ്കട വാർത്ത കേട്ടോ. മോട്ടർ ഇട്ടിട്ടുണ്ടോ എവിടെയോ? സങ്കട വാർത്ത എന്ന് വെച്ചാൽ നമ്മുടെ അടുത്തുള്ള ഒരു ചേച്ചിയെ കാണാതെ പോയി. ഇതുവരെ കണ്ടു കിട്ടിയില്ല കേട്ടോ. എവിടെ പോയതാണോ എന്തുവാണോ എൻ്റെ പൊന്നെ. ഇവിടെങ്ങാണോ അടുത്തുള്ളവരെ എൻ്റെ വീഡിയോ കാണുന്നവരൊക്കെ ഈ പെണ്ണിന് ഒരു ജോലിയില്ലേ? ഒന്നും മനസ്സിൽ നിൽക്കാത്തത് കൊണ്ട് അങ്ങ് പറയുന്നത് കേട്ടോ. ഒന്നും മനസ്സിൽ നിൽക്കത്തില്ല. അതുകൊണ്ട് ഞാനങ്ങ് പറയുന്നത്. എത്ര ചെല്ലേ നമ്മൾ കടിച്ചു പിടിച്ചോണ്ടിരിക്കുന്നത്. എൻ്റെ ദൈവമേ, അങ്ങ് കണ്ടു കിട്ടിയാൽ മതിയായിരുന്നു. എവിടെ പോയോ എന്തോ ഒന്നും അറിയത്തില്ല. നമ്മുടെ അടുത്തുള്ള ഒരു ചേച്ചി കേട്ടോ. രണ്ടും കൂടെ അങ്ങ് ഭയങ്കര തല്ലി നടക്കുന്ന. വേണമെങ്കിൽ ഞാൻ ക്യാമറ തിരിച്ച് അങ്ങോട്ട് കാണിക്കാം. ഇവിടെ നടക്കുന്ന അടി എല്ലായിടത്തും. ഇനി 2 മാസം ഇതുങ്ങളെയൊക്കെ എവിടെ കൊണ്ടാക്കും നമ്മൾ? വല്ല പറങ്കാവിലോ മാവിലോ ഒക്കെ കെട്ടിയിടാം അല്ലേ? അതേ നടക്കത്തുള്ളൂ ഇപ്പം. അങ്ങനെ നമ്മൾ ഒരു ബട്ടൺസ് വെച്ച് കഴിഞ്ഞു കേട്ടോ. ഒരു ബട്ടൺസ് അതിഗംഭീരമായിട്ട് ഞാൻ തയ്ച്ചു കഴിഞ്ഞു. കാണുന്നേ ഇല്ല. പിന്നെ ഇതിൽ ഞാനങ്ങ് തയ്ക്കാം കേട്ടോ. അതിൻ്റെ നാളം കാണുന്നില്ല. നൂലൊക്കെ നമുക്ക് കത്രിക കൊണ്ട് കണ്ടിക്കാം കേട്ടോ. കണ്ണ് കാണാൻ വയ്യ. കണ്ണ് കാണാത്ത ഞാനിരുന്ന് ബട്ടൺസ് തയ്ക്കും. പാവല്ലേ.
ഇത് എവിടൊക്കെയാണ് എനിക്കെന്നെ അറിയാൻ വയ്യ, എവിടൊക്കെയാണെന്ന് അറിയാം. ഇങ്ങനെ വെച്ച് വെച്ച് നോക്കിയാൽ നമ്മൾ ബ്ലൗസിന് കുക്ക് തയ്ക്കത്തില്ലേ, അതുപോലെ തയ്ച്ചില്ലെങ്കിൽ പിന്നെ അതിൻ്റെ ആ കുക്കിൻ്റെ അവിടെ തയ്ച്ചു കൊടുത്തില്ലെങ്കിലേ എന്നോട് ചോദിക്കത്തില്ല നിന്നെ ആരാണ് തയ്യൽ പഠിപ്പിച്ചത്. എൻ്റെ ടീച്ചർമാർക്ക് തന്നെ നാണക്കേട് വരുത്തും ഞാൻ, അല്ലേ? ഇന്ന് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ല ഇന്നലെ ഞങ്ങളെല്ലാം റെഡിയാക്കി വെച്ചെടുക്കുക കേട്ടോ. ഇന്നലെ പച്ചടി വെച്ചു, മോര് കാച്ചിയതുണ്ട്, രാവിലെ മീൻ കറി വെച്ചു, മീൻ വറുത്തു, പിന്നെ മെഴുക്കുവരട്ടി. ഞങ്ങൾ മിക്സഡ് മെഴുക്കുവരട്ടിയാണ് ഉണ്ടാക്കിയത് കേട്ടോ. അപ്പം അതുകൊണ്ടാണ് അടുക്കളയിൽ നമ്മുടെ വിശേഷങ്ങളൊന്നും ഇല്ലാത്തത്. ഇതെവിടാണോ എനിക്കറിയത്തില്ല. ഇതിൻ്റെ ചെറിയ നാളെ ഈ പട്ടൻസേ കയ്യിലെങ്ങാണോ കുത്തി കയറുമെന്തോന്നു. അയ്യോ, നിങ്ങളോട് ഒരു കാര്യം പറയാം. എൻ്റെ കാലിൻ്റെ തള്ളവിരളയിലുണ്ടല്ലോ, നമ്മുടെ പഴയ വീട്ടിൽ വെച്ചാണെങ്കിലുണ്ടല്ലോ ഈ പെരവഴി നടക്കുന്ന സമയത്ത് അപ്പോഴന്ന് ഞാൻ തയ്ക്കുമല്ലോ, നമ്മൾ മെഷീനകത്ത് തയ്യലൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ തയ്ച്ചിട്ട് ദേ നമ്മുടെ കൈസൂചി ഉണ്ടല്ലോ, ഈ കൈസൂചി അവിടെ കൊണ്ട് കിടന്നു. മോനം കുഞ്ഞാന്ന് കേട്ടോ, മോനെത്ര വയസ്സാ? കുഞ്ഞാവന്. അപ്പോഴും ഞങ്ങളുടെ മുറിയിൽ നിന്ന് അന്ന് കട്ടളപ്പടിയല്ലേ, ഇപ്പോഴും ഉണ്ട് കട്ടളപ്പടി. നമ്മുടെ മുറിയുടെ ഇതിപ്പോൾ നമ്മുടെ ഇപ്പം ഈ ടൈലൊക്കെ ഇട്ടതിനകത്ത് കട്ടളപ്പടി വരുന്നില്ല, ഇങ്ങനെ അങ്ങ് കിടക്കുമല്ലേ, ഒരു ഊമിച്ചങ്ങ് തറയെല്ലാം കിടക്കുമല്ലോ. നമ്മുടെ പഴയ വീട്ടിലെല്ലാ മുറിയിലും ഓരോ റൂമിൽ നിന്ന് ഇറങ്ങുന്നതിന് കട്ടളപ്പടി ഉണ്ടായിരുന്നു. അപ്പോഴും ഞാൻ നമ്മുടെ മുറിയിൽ പെട്ടെന്ന് അങ്ങോട്ട് മുറിയിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങാൻ വന്നതാണ്. അങ്ങനെ ഉണ്ടടാ എൻ്റെ ഈ കാലിൻ്റെ തള്ളവിരളയിൽ ഒരു ഇതേപോലെ ഒരു സൂചി ഉണ്ടല്ലോ, നമ്മുടെ കൈസൂചി ഉണ്ടല്ലോ, ഇതിൻ്റെ പകുതി, ഈ കൈസൂചിയുടെ പകുതി ഓടിഞ്ഞങ്ങ് കയറി. നമ്മുടെ എന്തേ ഞാൻ കാണിക്കാം. മോനെ അമ്മയുടെ കാലൊന്നും കാണില്ലടാ, ഇവരെ ഒന്നും കാണില്ലടാ, അമ്മയുടെ കാലൊന്ന് കഷ്ടമുണ്ടടാ. ഞങ്ങൾ എൻ്റെ കാലിൻ്റെ തള്ളവിരളയിലുണ്ടല്ലോ അങ്ങ് കൊണ്ട് കയറി പകുതി കൊണ്ട് കയറി ഒടിഞ്ഞു. ഞാനാവതും അത് കുത്തിയെടുക്കാൻ നോക്കി, കുത്തിയെടുത്തില്ല കേട്ടോ. കുത്തിയെടുക്കാൻ നോക്കിയിട്ട് ഒക്കുന്നില്ല. ഇതും വെച്ചുകൊണ്ട് ഞാൻ 2 ദിവസം നടന്ന് സെറ്റിക്കായി. പിന്നെ നമ്മളിവിടെ അടുത്തൊരു ഡോക്ടറെ പോയി കണ്ടുകൊണ്ട് ഡോക്ടർ ചോദിച്ചു എന്തായാലും സംഭവം എക്സ്റേ ഒക്കെ എടുത്തപ്പോൾ സംഭവം അതിനകത്ത് തന്നെ ഉണ്ട് കേട്ടോ. സംഭവം അതിനകത്ത് തന്നെ ഉണ്ട്. അയ്യോ, ഇതെവിടാ? മതി. സംഭവം അതിനകത്ത് പൊട്ടിയും പോയി. സംഭവം അതിനകത്ത് തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ ഡോക്ടർ ഓപ്പറേഷൻ ചെയ്ത് ഭയങ്കര രസമായിരുന്നു. ഡോക്ടർ നമ്മളിങ്ങനെ അങ്ങോട്ട് വീഡിയോ ഒക്കെ എടുക്കത്തില്ലേ, ഡോക്ടർ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് ആണ് അന്ന് എൻ്റെ കാല് ഓപ്പറേഷൻ ചെയ്തു. ഡോക്ടർ പറയാം എന്തായാലും അപകടമൊന്നും പറ്റാതെ മറ്റേ ഇത് നരമ്പ് വഴി ഈ സൂചിയൊക്കെ ഒടിഞ്ഞത് കീറിപ്പോകും, നരമ്പ് വഴിയോ തലമണ്ടയിലൊക്കെ കീറുമെന്നില്ല ദൈവമേ. അപ്പോഴന്നേ എന്നെ വഴക്ക് പറയായിരുന്നു, ചെരുപ്പ് ഇട്ടുകൊണ്ടൊക്കെ മുറിയിലൊക്കെ നടക്കണം, തിരക്കാത്തൊക്കെ. പക്ഷെ ആര് കേൾക്കാൻ, ഞാനങ്ങോട്ട് കേൾക്കും. ഭയങ്കര ഇതായിരുന്നു എൻ്റെ തള്ളവിരളയിൽ. എത്ര ദിവസം അതും കൊണ്ട് നടന്നു. അത് കഴിഞ്ഞുണ്ടടാ വണ്ടിയിൽ നിന്ന് മറിഞ്ഞ് വീണ് ഈ കൈ വെച്ച് കെട്ടിക്കൊണ്ട് നടന്നു. അങ്ങനെ ഏതോ ഒരു വർഷം, എന്തായാലും ഒത്തിരി നാളൊന്നും ആയില്ല, അടുപ്പിച്ചങ്ങ് കഷ്ടാലമായിരുന്നേ എനിക്ക്. എൻ്റെ കാലിൽ നമ്മുടെ അണ്ണൻ്റെ ഷർട്ടൊന്നും ഇട്ട് നോക്കിയാലോ? എന്തായാലും തേച്ച് ഞാനൊരു പരുവാക്കിയിട്ടതാ. ഞാനൊന്ന് ഇട്ട് നോക്കട്ടെ, എനിക്ക് പാകമാകുമെന്ന്, ചേരുന്നുണ്ടോന്ന്. അങ്ങനെ എന്തായാലും ഒത്തിരി നാൾ എൻ്റെ കാലും കൈയും കൊണ്ടൊക്കെ ഞാൻ നടന്നു. എന്തായാലും ഇപ്പം ജീവൻ പിടിച്ചു. അയ്യോ എൻ്റെ അമ്മച്ചി, ഓവർക്കോട്ട് മാതിരി ഇപ്പം ഇതൊക്കെ ഇട്ടുകൊണ്ട് നടക്കണമെന്ന് കേട്ടോ. അത്ര വെയിലും ചൂടുവാ. ഞാൻ എന്ത് ചെയ്യുന്നേ? പിള്ളേർ ചോദിക്കുന്ന അമ്മയ്ക്ക് വട്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടം നമ്മുടെ അമ്മേൻ്റെ ഷർട്ടൊക്കെ ഇടാൻ. എനിക്ക് വിറ്റായിരിക്കും കേട്ടോ. നിങ്ങൾ വിചാരിക്കും എന്താ വട്ടായി കൊച്ചിന്. നല്ലോണം കേട്ടോ മോനെ. എടാ പപ്പയ്ക്ക് ലൂസായിരിക്കും, എനിക്കിതാ ഫിറ്റാണ് കേട്ടോ. എനിക്ക് പപ്പയ്ക്ക് ലൂസായിരിക്കും, എനിക്കത് ഫിറ്റാണ് കേട്ടോ.
കേട്ടോ മോനെ? തേച്ചിട്ടിരുന്ന ഷർട്ടാ ഞാൻ എന്തൊരു പരിവാക്കി. കുടുംബശ്രീ ഉണ്ട് കേട്ടോ, കുടുംബശ്രീക്കൊക്കെ പോകണം. അതാ ഉടായിപ്പം കൊണ്ട് ഞാനിവിടെ ഇരിക്കുന്നത് കേട്ടോ. പണിയെല്ലാം കഴിഞ്ഞു, ഇന്ന് വലിയ പണിയൊന്നുമില്ല. അതുകൊണ്ടാണ് ഇന്ന് ഉടായിപ്പിലെ വീഡിയോ ഒക്കെ എടുക്കുന്നത്. ശരി അല്ലേ? ചേരുന്നുണ്ട്, സൂപ്പറായിട്ടുണ്ട്. എണ്ണീറ്റൊന്നും കാണിക്കുന്നില്ല. കൊള്ളാം, അടിപൊളി. ഞാൻ തന്നെ കോഴെടുത്ത് വന്നു കേട്ടോ. അപ്പോഴേ എന്തായാലും നമ്മൾ ബട്ടൺസൊക്കെ തയ്ച്ച് ഓവർകോട്ടായിട്ടൊക്കെ ഇട്ടു. ഇനി ചായ കുടിക്കണം. ഇനി ചോറൊക്കെ ഉണ്ടിട്ടിരിക്കുക കേട്ടോ. കറിയൊക്കെ ഞാൻ പറഞ്ഞല്ലേ, ചോറൊക്കെ ഉണ്ടിട്ടിരിക്കുകയാണ്. ഒരു രീതിയിൽ ഇത് വരുന്നില്ലല്ലോ തിരിച്ച്. അയ്യോ, ആരെങ്കിലും പറഞ്ഞായിരുന്നു ഇത് കുത്തിക്കയറ്റി ഇടാൻ അല്ലയോ? അങ്ങനെ ആ പണിയും കഴിഞ്ഞു കേട്ടോ. ഞാൻ 1-2 ആഴ്ച കൊണ്ട് ഇത് മാറ്റി വെച്ചിരുന്നത് കേട്ടോ. പ്രാവ് എൻ്റെ സൂചി കാണാതെ പോട്ടെ. ഇന്ന് തപ്പിയെടുത്ത് ഞാൻ എൻ്റെ സൂചി കേട്ടോ ഇനി തേക്കണം. ഇനിയിപ്പോൾ ഉടഞ്ഞല്ല, ഇനി തേക്കണം, ഇനിയും തേക്കണം. എൻ്റെ ഒരു കാര്യം ഉണ്ടല്ലോ, ഈ സൂചി എടുത്തിട്ടല്ലോ എവിടെയെങ്കിലും അങ്ങ് വയ്ക്കും. എന്നാൽ ഈ നൂലിനകത്ത് കുത്തി വെച്ചാൽ നമുക്ക് എപ്പോഴെങ്കിലും കാണാമല്ലോ. മണ്ടത്തരമാണ് ഞാൻ ചെയ്യുന്നത് മൊത്തം. അവിടെ എവിടെയെങ്കിലും കൊണ്ടുപോയിക്കാം. അന്ന് അങ്ങനെ ആയിരുന്നു എനിക്ക് സംഭവിച്ചത്. ആ സൂചി തന്നെ കിടന്നിട്ടില്ല എൻ്റെ കാലെ കൊണ്ട് കയറിയത്. അല്ലെങ്കിൽ ഇങ്ങനെ ആയിരുന്നാലും ഇങ്ങനെ കിടന്നേനെ. എൻ്റെ ദൈവമേ, നിങ്ങളൊന്ന് എന്തൊരു കഷ്ടപ്പാടായിരുന്നു എൻ്റെ ആ കാലിൻ്റെ. അയ്യോ, എന്തൊരു അതിവേദനയായിരുന്നേ എൻ്റെ ദൈവമേ, പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കേട്ടോ. ആരാണ് നോക്കിപ്പോണത്? ഏതോ ഒരു അപ്പൂപ്പൻ ഇങ്ങോട്ട് നോക്കിപ്പോന്നു കേട്ടോ. അപ്പൂപ്പൻ മറിഞ്ഞ് വീഴാതെ നേരെ നോക്കിപ്പോ. അപ്പോഴേ ഞാനൊരു കാര്യം പറയട്ടെ. രാവിലെ ഇന്നലെ ഞാൻ എൻ്റെ വീഡിയോക്കകത്ത് ഞാൻ പറഞ്ഞായിരുന്നു ഞാൻ ഒരു സംഭവം ഉണ്ടാക്കുന്നുണ്ട്, സക്സസ് ആവുകയാണെങ്കിൽ ഞാൻ കാണിക്കാമെന്ന് കേട്ടോ. അപ്പോഴും സക്സസ് ആയി. രാത്രി ഒരു 10:30-11 മണി ആയപ്പോഴാണ് സംഭവം ഞാൻ ഉണ്ടാക്കാൻ തുടങ്ങിയത് കേട്ടോ. അപ്പോഴും ആരും എന്നോട് ചോദിച്ചില്ല. അപ്പോഴേ എനിക്ക് മനസ്സിലായി വീഡിയോ ആരും ഫുള്ളായിട്ട് കാണത്തില്ല എന്ന്. ആരും ചോദിച്ചില്ല കേട്ടോ. ഞാനത് പറഞ്ഞു. പാത്രം കഴിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ഞാൻ ചെയ്യുവാണെങ്കിൽ ഉണ്ടാക്കിയത് ചെയ്ത് സക്സസ് ആവുകയാണെങ്കിൽ പറയാമെന്ന്. അപ്പോഴും സംഭവം എനിക്ക് അടിപൊളിയായിട്ട് കിട്ടി. ഞാനത് യൂസ് ചെയ്തു കേട്ടോ. അപ്പോൾ രാവിലെ ഞാൻ അതും കൊണ്ടാണ് എല്ലാം പാത്രങ്ങളെല്ലാം കഴുകിയത്. എന്താണെന്ന് വെച്ചാൽ എന്തുവാണ്, നമ്മുടെ ഇരുമ്പൻ പുളി ഉണ്ടല്ലോ, ഇപ്പം ഇഷ്ടം പോലെ ഇരുമ്പൻ പുളിയുണ്ട്. നമ്മളൊരു വീഡിയോ കണ്ടിട്ടാണ് ഞാനും ഇത് ചെയ്തത്. അപ്പോൾ നമുക്ക് സ്ത്രീകൾക്ക് കൂടുതലും ഈ പാത്രം കഴുകുന്ന സോപ്പൊക്കെ ഭയങ്കര ഇതല്ലേ, എന്താ അത് എത്ര നമുക്ക് വാങ്ങിച്ചുകൊണ്ട് തന്നാലും നമുക്ക് മതി വരത്തില്ല. സത്യം, എനിക്ക് അങ്ങനെയാണ്. എപ്പോഴും ഞാനും ആണെങ്കിലും ഇവിടെ വഴക്കുണ്ടാവും. നമ്മൾ ലിക്വിഡ് വാങ്ങിക്കും, എന്നാലും എനിക്ക് ഈ സോപ്പ് വേണം കേട്ടോ. സോപ്പില്ലാതെ എനിക്ക് ഭയങ്കര ദേഷ്യം. എപ്പോഴും ഇങ്ങനെ സ്റ്റോക്ക് വാങ്ങിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇന്നലെ ഞാൻ 3-4 ദിവസമായി ഒരു വീഡിയോ കണ്ടിട്ട് ഒരു അമ്മച്ചി ചെയ്ത് കാണിച്ചതായിട്ട്. ഇരുമ്പൻ പുളി ഉണ്ടല്ലോ, നമ്മുടെ ഇരുമ്പൻ പുളി ഇപ്പം ഇഷ്ടം പോലെ എല്ലായിടത്തും ഉണ്ട് കേട്ടോ. ആ ഇരുമ്പൻ പുളി വെച്ചാണ് ഞാൻ ചെയ്തത് സക്സസ് ആയി. അപ്പോഴും ഞാൻ ഇത്രയും ഉണ്ടാക്കി കേട്ടോ. ഇത്രയും ഞാൻ ഉണ്ടാക്കി. എന്താ, ഞാനാണെങ്കിൽ നമ്മുടെ നമ്മുടെ കുക്കറിനകത്തിട്ട് ഇരുമ്പൻ പുളി വേവിച്ചിട്ട് പറയാം. കുക്കർ കാണിക്കാം ഞാനത് എത്രയാണ് ഉണ്ടാക്കിയതെന്ന്, എത്ര അളവിലാണ് ഈ പുളി എടുത്തതെന്ന് കേട്ടോ. പുളി ഇന്നലെ ഞാൻ പിയേം കൊണ്ട് പറപ്പിച്ചായിരുന്നു കേട്ടോ. ഇവിടെ ഇരിക്കുന്ന എല്ലാം പാത്രം കഴുകി വെച്ചതാണ് ഞാൻ കേട്ടോ. അപ്പോഴേ ഇതിൻ്റെ ശബ്ദം കേൾക്കുന്നു. അപ്പോൾ ഈ ഒരു കുക്കറിനകത്താണ് ഞാൻ പുളി എടുത്തത് കേട്ടോ. ഇത്രയും പുളി എടുത്തിട്ട് ഇതിനകത്ത് കുറച്ച് അതിൻ്റെ സമം വെള്ളം ഒഴിച്ച് ഞാൻ വേവിക്കാൻ വെച്ചു. എനിക്ക് ഭയങ്കര പേടിയാണ് സത്യം പറഞ്ഞ്. ഈ കുക്കർ ചീറ്റപ്പോൾ ഭയങ്കര പേടിയാണ്. ഞാനിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കും. വരുക. അപ്പോൾ അതിനകത്ത് നമ്മൾ പുളി ഇട്ട് വേവിച്ചു. അപ്പോൾ അതിൻ്റെ ഇതൊക്കെ ഏറൊക്കെ പോയി കഴിയുമ്പോൾ നമ്മൾ ആ പുളി എടുത്ത് നമ്മൾ അരിച്ചെടുക്കണം കേട്ടോ. നന്നായിട്ട് ഉടച്ചിട്ട് നമ്മൾ അരിച്ചെടുക്കണം. എന്നിട്ട് അതിനകത്ത് നമ്മൾ എന്തൊക്കെയാണെന്ന് അറിയാം സംഭവങ്ങളെല്ലാം രാത്രി ഉണ്ടാക്കിയതല്ലേ, എല്ലാം ഇവിടെ തന്നെ വെച്ചിട്ട് പോയി കിടന്ന് ഉറങ്ങി.
അപ്പോൾ നമ്മൾ ഇതിനകത്ത് ചേർക്കേണ്ടതെന്ന് വെച്ചാൽ ആ നീരിനകത്ത് നമ്മുടെ പുളിയുടെ നീരിനകത്ത് ചേർക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ സോഡാപ്പൊടി ചേർക്കണം കേട്ടോ. സോഡാപ്പൊടി ചേർക്കണം. നമ്മൾ പാത്രം കഴുകുന്ന ലിക്വിഡ് ഉണ്ടല്ലോ അതും കൂടെ കുറച്ച് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് പിന്നെ നമുക്ക് പതയ്ക്ക് വേണ്ടിയാണ് കേട്ടോ നമ്മുടെ ആ പാത്രം കഴുകുന്ന ലിക്വിഡ് ഒഴിക്കുന്നത്. ചിലർ അത് വേണ്ടെങ്കിൽ വേണ്ട കേട്ടോ. പാത്രം എന്തായാലും ക്ലീൻ ആവും. നമ്മുടെ ഈ ഇരുമ്പുളി എന്ന് വെച്ചാൽ ക്ലീൻ ആവുന്ന ഒരു സംഭവമാണല്ലോ ഓട്ട് പാത്രങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ ഞാൻ ഇതിനകത്ത് ചേർത്തതെന്ന് വെച്ചാൽ നമ്മുടെ പാത്രം കഴുകുന്ന ലിക്വിഡ് കുറച്ച് ഒഴിച്ചു കൊടുത്തു, സോഡാപ്പൊടി കുറച്ച് ഒഴിച്ചു കൊടുത്തു, പിന്നെ ഒരു നാരങ്ങയുടെ പകുതി, അത് നല്ല ക്ലീൻ ആവുന്നതാണല്ലോ നമുക്ക് നാരങ്ങയൊക്കെ കേട്ടോ. അപ്പോൾ ആ ഒരു പകുതി നാരങ്ങ ഞാൻ തൊണ്ടോടങ്ങിട്ട് കൊടുത്തു. ആദ്യം പിഴിഞ്ഞിട്ടു, പിന്നെ ഞാൻ വിചാരിച്ചേ തൊണ്ടോടങ്ങി കിടക്കട്ടെ. ഞാൻ ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ ഡിഷ് വാഷൊക്കെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ആ നാരങ്ങയുടെ തോട് വെച്ച്. അപ്പോഴും അതും കൂടെ ഒഴിച്ചു കൊടുത്തു. അപ്പോഴും നമ്മുടെ ആ പുളി വെന്ത വെള്ളം വരുമ്പോഴേ നമുക്കൊരു കാപ്പിപ്പൊടി കളറായിട്ട് വരും കേട്ടോ വെള്ളം. അത് ആ ഇരുമ്പുളിയുടെ ആ നീരിൻ്റെ ആയിരിക്കും കറയോ എന്തോ എനിക്കറിയത്തില്ല കേട്ടോ. അങ്ങനെ എനിക്ക് കിട്ടിയത് കേട്ടോ. എൻ്റെ വളയുടെ ഈ കളറല്ല, എന്താ ഒരു കാപ്പിപ്പൊടി കളറ് കേട്ടോ. രാത്രി കണ്ട എനിക്കിനി കണ്ണ് കാണാൻ പറ്റിയ അതാണോ എന്തോ ഈ കളറൊക്കെയാണ് വന്നത് കേട്ടോ ആ വെള്ളം. അപ്പോൾ ആ വെള്ളമാണ് അത് നമ്മൾ അരിച്ചത്. ഞാൻ എൻ്റെ പഴയ ഒരു ഇഡലി ഈ പാത്രത്തിനകത്ത് മറ്റേതിനകത്തെങ്ങാണ് എന്തെങ്കിലും കുഴപ്പം പറ്റിയാൽ അറിയാൻ നോക്കുമോ, നമ്മൾ പരീക്ഷണമല്ലേ. അപ്പോൾ ഈ ഒരു പഴയ ഇഡലി കുട്ടുകത്തിനകത്തോട്ട് ഞാൻ വെള്ളം ആദ്യം ഈ നീര് ഞാൻ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കേട്ടോ. എന്തൊക്കെയാണ് നാരങ്ങ അരമുറി, സോഡാപ്പൊടി, നമ്മുടെ പാത്രം കഴുകുന്ന ഡിഷ് വാഷ് കുറച്ച്. അപ്പോൾ ഇതെല്ലാം കൂടെ ഞാൻ ആ വെള്ളത്തിനകത്ത് കലക്കിയപ്പം എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി കേട്ടോ. അതേ ഈ കളറായി കിട്ടി കേട്ടോ. ഈ കളറായി കിട്ടി, ഒരു പച്ച കളറല്ലേ. ഭയങ്കര സന്തോഷമായിരുന്നു. രാവിലെ മുതൽ ഞാൻ എൻ്റെ അണ്ണനെ കൊണ്ട് കാണിക്കതേ കണ്ടോ അവൻ മോൻ എന്നോട് പറയാനേ ഭയങ്കര ശാസ്ത്രജ്ഞയാണ് പപ്പേ, ഭയങ്കര ശാസ്ത്രജ്ഞയാണ്. പക്ഷേ സംഭവം പൊളി. ഞാൻ പാത്രങ്ങളെല്ലാം ഇന്ന് ഇതും കൊണ്ടാണ് കഴുകിയത്. ഇന്നലെ ഉറങ്ങിയില്ല, ഇത് എല്ലാം ഇവിടെ തന്നെ വെച്ചിട്ടങ്ങ് പോയി. അപ്പോഴാ വെള്ളം ചൂടോടെ നമുക്ക് ഈ കുപ്പിക്കകത്ത് ഒഴിക്കാനൊക്കത്തില്ലല്ലോ. സക്സസ് ആവുമോ എന്തോ എനിക്ക് കൺഫ്യൂഷനായിരുന്നു. അപ്പോഴെല്ലാം ഇവിടെ ഇങ്ങനെ കലക്കി വെച്ചിട്ട് ഞാൻ പോയി കിടന്ന് ഉറങ്ങി. രാവിലെ സത്യം പറഞ്ഞാൽ രാവിലെ ഉണർന്നപ്പോഴാണ് ഇതിൻ്റെ കാര്യം ഓർത്ത്. രാവിലെ വന്ന് കതവും തുറന്ന് ഇതാ നോക്കിയത് സംഭവം കറക്റ്റ് ആയോ. എന്നിട്ട് ഞാൻ പാത്രം കഴുകി നോക്കി. പാത്രം കഴുകിയപ്പം കറക്റ്റ് നമ്മൾ എന്താ പാത്രം കഴുകുന്ന ലിക്വിഡൊക്കെ ഇട്ട് കഴുകത്തില്ല അതേപോലെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോഴേ എനിക്ക് ഇത് സക്സസ് ആയി. ചിലപ്പോൾ ഒത്തിരി കൂട്ടുകാരെ ചെയ്തിട്ടുണ്ടായിരിക്കും. ഞാൻ ചെയ്തത് എൻ്റെ സന്തോഷം കൊണ്ട് ഞാൻ നിങ്ങളുമായിട്ട് ഒന്ന് ഷെയർ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇത്രയും സംഭവങ്ങൾ ഞാൻ അളവൊന്നും നോക്കിയില്ല. ഞാൻ ഒന്നിനും അളവൊന്നും നോക്കിയില്ല. എനിക്ക് കറക്റ്റായിട്ട് അളവൊന്നും അറിയത്തില്ലല്ലോ. അതുകൊണ്ട് എന്താ കുറച്ച് സോഡാപ്പൊടി തട്ടിയിട്ട് കുറച്ച് ലിക്വിഡ് ഒഴിച്ചു. പിന്നെ അരമുറി നാരങ്ങ, അത് ക്ലീൻ ആവുന്ന പാത്രങ്ങളൊക്കെ കേട്ടോ. അപ്പോഴും സ്മെല്ലാണേലും കുഴപ്പമില്ല കേട്ടോ. കുഴപ്പമില്ല, നാരങ്ങയുടെയൊക്കെ അല്ലേ. അപ്പോൾ അടിപൊളിയായിട്ട് വന്നു കേട്ടോ. അപ്പോഴും ഇരുമ്പം പുളിയൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കണം. ഒത്തിരി വീഡിയോകൾ ഇങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ. ആദ്യമായിട്ട് ഒരു വീഡിയോ കണ്ട് ചെയ്തത് ഞാൻ ഇടുക്കി കൊച്ചല്ലേ. ഞാൻ പാത്രം കഴുകാൻ ഇത്രയും കിട്ടി. ഞാൻ വിചാരിക്കും ഇനി ആ പുളിമരത്തിലെ പുളി മൊത്തത്തിൽ എടുത്ത് ഇങ്ങനെ ഉണ്ടാക്കി വെക്കുക. എനിക്ക് അറിയത്തില്ല സംഭവം ഇത് ഒരുപാട് ദിവസം നിൽക്കുമോ എന്തോന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഇത് തീരുന്നത് വരെ ഞാൻ കുറച്ചും കൂടെ ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്നു. എന്താ ലാഭമല്ലേ. ഞാൻ നോക്കിയിട്ടു ഈ പാത്രം കഴുകുന്ന ലിക്വിഡ് എത്രമാത്രം നമ്മൾ വാങ്ങിക്കുന്നത്. ഒരു കുപ്പി വാങ്ങിച്ചാൽ എനിക്കൊന്ന് ഒരു 3-4 കിലോയാണ് ലിറ്ററാണ്. അത്രയും നമുക്ക് ഉണ്ടാക്കാമെന്ന് തോന്നുന്നു കേട്ടോ. ഒത്തിരിയൊന്നും ഞാൻ ലിക്വിഡ് ഒഴിച്ചിട്ടില്ല. നല്ല രസമുണ്ട്. പാത്രമൊക്കെ പളപളപളം അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വാസമോ. എൻ്റെ കുക്കറിനകത്ത് ഇന്നലെ ഞാൻ ഇരുമ്പുളി ഇട്ട് വേവിച്ചത് കൊണ്ട് അതും ക്ലീനായി കണ്ടു. എനിക്ക് അന്നേരം മനസ്സിലായി അത്ഭുതം. ഇനി നിങ്ങളിനി പരീക്ഷിച്ച് നിങ്ങളുടെ പാത്രം വെളുത്തില്ലെങ്കിൽ എന്നെ ഓടിച്ചിട്ടടിക്കല്ലേ പ്ലീസ്. പക്ഷേ എൻ്റെ കുക്കർ വൃത്തിയായിട്ട് കുക്കർ നമ്മളെ സ്റ്റീലിൻ്റെ കുഴപ്പമില്ല, ഇതിനകത്ത് ആടിയിലൊന്നും പിടിക്കത്തില്ല കേട്ടോ. അവിടെ ഇവിടെ എന്തോ ഒരു കറുപ്പുണ്ടായിരുന്നു, അത് പോയെന്നാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. പക്ഷേ ക്ലീൻ ആവുന്നുണ്ട്. ചിന്ന പോയപ്പോൾ കണ്ടോ ക്ലീൻ ആവുന്നുണ്ട് പാത്രങ്ങൾ കേട്ടോ. നമ്മുടെ മറ്റേ ലിക്വിഡ് മാതിരി തന്നെ 2 കുപ്പി ഞാൻ ഉണ്ടാക്കി. ഞാൻ പിടിക്കല്ലേ പിള്ളേർ, ബാക്കിയും കൂടെ ഉണ്ടാക്കണം. കുറച്ച് പുളിയും കൂടെ ഉണ്ടാക്കി ഇന്ന് രാത്രിയിലും ഉറങ്ങാതിരുന്ന് ഞാൻ ഉണ്ടാക്കും കേട്ടോ. അപ്പോഴെല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഈ സൂപ്രോനെ വിളിച്ചാൽ മതി കേട്ടോ. മൈ ഫോൺ നമ്പർ ഈസ് കേട്ടോ. എന്നെ വിളിച്ചാൽ മതി കേട്ടോ.
എനിക്ക് ഭയങ്കര സന്തോഷം. രാവിലെ മുതൽ അണ്ണാ ഇങ്ങോട്ടൊന്ന് വാ, ഓടി വാണ, ഇത് കാണണ, ഇതൊന്ന് കാണും. അപ്പോഴെന്നോട് ചോദിക്കാം, നീ വേറൊരു കുപ്പിയുണ്ട് നമ്മൾ വാങ്ങിക്കത്തില്ലേ, അതവിടെ അതെന്തോത്തില്ല, ഒന്നും അറിയത്തില്ല കേട്ടോ. ഞാൻ പറഞ്ഞു അത് നമ്മൾ വാങ്ങിക്കുന്നത്, ഇത് സൂപ്പർ കുട്ടി ഉണ്ടാക്കിയത്, സ്വന്തം ഭാര്യ ഉണ്ടാക്കിയത് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ഇത്രയും സംഭവങ്ങൾ ചേർത്താൽ മതി, നമുക്ക് പരീക്ഷിക്കാവില്ല. നിങ്ങളല്ലെങ്കിൽ ഇച്ചിരി ഇരുമ്പുളി എടുത്ത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കണേ. കഷ്ടമുണ്ട് കേട്ടോ, ഞാൻ പറഞ്ഞതല്ലേ, വിശ്വാസമല്ലേ നിങ്ങൾക്ക് എന്നെ. ഇത് കാണിച്ചില്ലെങ്കിൽ ഭയങ്കര ഒരു നിരാശയായേനെ. രാവിലെ മുതൽ തുള്ളിച്ചാടി നടക്കുമോ. ഞാനിത് ഉണ്ടാക്കിയേ പണ്ട് ഐസക് ന്യൂട്ടനാണോ കണ്ടുപിടിച്ചെന്ന് പറഞ്ഞ് വിളിച്ചു പോയത്, അതുപോലെ ഞാനും കണ്ടുപിടിച്ചേ. ആരും കേൾക്കട്ടെ, നമ്മളിത് ചെയ്ത കാര്യം കേട്ടോ. നിങ്ങൾ മാത്രമേ അറിഞ്ഞുള്ളൂ, നിങ്ങൾ ഇത്രയും പേര് മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. ആരോടും പറഞ്ഞു കൊടുക്കണ്ട കേട്ടോ. സംഗതി സക്സസ് ആവുകയാണെങ്കിൽ വീണ്ടും ചെയ്യണം കേട്ടോ. പാത്രം കുറച്ച് കഴുകി വെച്ചേക്കുന്നു, അതൊക്കെ പറക്കൊണ്ട് വയ്ക്കട്ടെ. എല്ലാം ഇന്ന് ഇതും കൊണ്ടാണ് കഴിയത്. തുള്ളിച്ചാട്ടം. പാത്രം നീറ്റായി വന്നതിൻ്റെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു എനിക്ക് കേട്ടോ. പിന്നെ പണ്ട് പുരാതന കാലത്തെ പാത്രം ഒന്നും എടുത്ത് കഴുകല്ലേ എൻ്റെ പൊന്നെ, അത് വെളുത്തില്ലെങ്കിൽ പിന്നെ എന്നെ നിങ്ങൾ ഓടിച്ചിട്ടടിക്കും. അതൊന്നും ചെയ്യരുതേ കേട്ടോ. അല്ലെങ്കിൽ പറയണം, ഓ ആ പെണ്ണ് പൊട്ടിക്കാളി, അവൾ ഇത്രയും പറഞ്ഞു വന്നു, ഇത് ചെയ്താൽ ഇത് വൃത്തിയാവുമെന്ന്. പണ്ട് പുരാതന കാലത്തെയൊക്കെ പാത്രം എടുത്തിട്ട് കഴിയുക, വൃത്തിയായില്ലെങ്കിൽ നിങ്ങൾ ഓടിച്ചിട്ട് എന്നെ അടിക്കത്തില്ലേ. ഇതെല്ലാം പറക്കൊണ്ട് വയ്ക്കട്ടെ കേട്ടോ. നമുക്ക് ആവശ്യമുള്ളപ്പം കുറേശ്ശെ എടുത്താൽ മതിയല്ലേ. കടുക് ഉണങ്ങി നമ്മുടെ ഞാൻ രാവിലെ കടുക് കഴുകി വെച്ചു. നമ്മുടെ കടുക് ഞാൻ മോനോട് പറഞ്ഞേടാ, ഇതിനകത്ത് പൊട്ടിയട്ടെ എൻ്റെ മുറം, ഇനി എനിക്ക് അടുത്ത മുറം വാങ്ങിക്കണം. ഞാൻ പറഞ്ഞേടാ, ഇതിനകത്ത് കൊണ്ടുവച്ചാൽ ഉണങ്ങത്തില്ല, നല്ല അടിപൊളിയായിട്ട് ഉണങ്ങി കേട്ടോ. ഞാൻ പക്ഷേ പേപ്പറിനകത്തായിരുന്നു കഴുകി കൊണ്ട് വയ്ക്കില്ല. അയ്യോ തീർന്നില്ല, ഇന്നലെ ഞാൻ പറഞ്ഞെങ്കിലും കടുക് തീർന്നില്ല. ഒരെണ്ണം പോയാൽ പിന്നെ ആരെങ്കിലും നമ്മളുടെ അടുത്ത് വഴക്കിന് വരുമെന്നല്ലേ പറയുന്നത്. അതുകൊണ്ട് സൂക്ഷിച്ചൊക്കെ കടുക് എടുക്കണം കേട്ടോ. ഇങ്ങനെയൊക്കെ നമ്മുടെ പണ്ടത്തെ കാണുന്നില്ലേ, വെയിലായതുകൊണ്ട് കാണുന്നില്ലായിരിക്കും. പണ്ടത്തെ നമ്മുടെ പണ്ടുള്ള അമ്മച്ചിമാർ പറയുമല്ലോ, ഇങ്ങനെ കടുക് വീണാൽ തറയിൽ വീണാൽ വഴക്കുണ്ടാവുമെന്നൊക്കെ. ശരിയാണോ എനിക്കറിയത്തില്ല അങ്ങനെയൊക്കെ പറയുന്നതിൽ. രാവിലെ അപ്പോൾ നമ്മുടെ ചവിടി എന്നൊക്കെ പറയും, നമ്മുടെ ചവിട്ടി കഴുകിയിട്ടായിരുന്നു. ചൂടുകൊണ്ടേ എത്ര പെട്ടെന്നാണ് ഉണങ്ങുന്നത്. അത് പൊക്കിന് പെയിന്റ് അടിക്കുമോ? എന്താ ചെയ്യുന്നത്? മോനെ എന്താ ചെയ്യുവാണ്? മോനെ അങ്ങോട്ട് ചെന്ന് നോക്കടാ കുട്ടാ. കുട്ടോ കാക്കച്ചിമാർ കിടന്ന് ബഹളം വെക്കുന്ന കേട്ടോ. നമ്മളുടെ വാ കഴിക്കത്തില്ല ഇങ്ങനെയും കിടന്ന് ബഹളം വെച്ചാലേ. ആരാ ചായക്ക് സമയമായോ?